വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സമയമാണല്ലേ. ഇഷ്ടം പോലെ ചക്കപ്പഴമുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഇനി ഒന്ന് വരട്ടിയെടുത്ത് സൂക്ഷിച്ചു വെച്ചാലോ. അതാകുമ്പോൾ കുറേ കാലം ഇരിക്കുകയും ചെയ്യും. ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് വരിക്കച്ചക്കയാണ് ഞാൻ വരട്ടാൻ വേണ്ടിയിട്ട് എടുത്തത്. നമുക്ക് അതിൻ്റെ ചോള മാത്രം എടുത്തിട്ട് കുരുവും ചകണിയും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുത്തത്. ഞാൻ ഒറ്റ ദിവസം കൊണ്ടല്ല ചക്ക വരട്ടുന്നത്, 3 ദിവസം കൊണ്ടാണ് വരട്ടുന്നത്. ചക്ക വരട്ടുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു മെനക്കെട്ട പണിയാണ്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആദ്യത്തെ ദിവസം ശർക്കരപ്പാവും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കും. പിറ്റേ ദിവസം ഉരുളിയിൽ ഒരു 3/4 ഭാഗം വരട്ടിയെടുക്കും. പിന്നെ 3ാമത്തെ ദിവസമാണ് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടുകയെന്നാണ് എൻ്റെ അനുഭവം കേട്ടോ. അപ്പം നമ്മുടെ ചക്ക കണ്ടോ, ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം അത് ഉരുളിയിലോട്ട് മാറ്റാം. പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ശർക്കരപ്പാവിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത്. പാവ് കാച്ചി ഒഴിക്കുമ്പോഴാണെങ്കിലും വളരെ കുറച്ച് വെള്ളത്തിലേ ശർക്കര ഉരുക്കിയെടുക്കാവുള്ളൂ. എന്നിട്ട് ഇതിനെ അടുപ്പിൽ വെച്ചിങ്ങനെ ഇളക്കി നമുക്ക് വരട്ടിയെടുക്കാം. അടുപ്പത്ത് വെച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ അടുക്കി പിടിക്കുകയൊന്നുമില്ല, ഓട്ടുരുളി ആയതുകൊണ്ടേ. അങ്ങനെ നമ്മുടെ ചക്കയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പം കഴിക്കാനാണെങ്കിൽ നല്ലതാണ്. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ പരുവത്തിലെടുത്തിട്ട് അടയിലൊക്കെ വെക്കാൻ, കൊഴുക്കട്ടയിൽ വെക്കാനൊക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനൊക്കെ നല്ലതാണ് ഈ പരുവത്തിൽ. അപ്പോൾ കുറച്ചെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നാളെ ഒരു ഇലയട ഉണ്ടാക്കാനും ചക്കപ്പഴം ഇത് ഉപയോഗിക്കാം. ഇത് ഞാൻ പറഞ്ഞില്ല, വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുവരെ കൂഴച്ചക്ക വരട്ടിയിട്ടില്ല കേട്ടോ. കൂഴച്ചക്ക വരട്ടാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് വരട്ടാൻ പറ്റത്തില്ല. കൂഴച്ചക്ക എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് വേണം വരട്ടാൻ. അല്ല അതിൻ്റെ ആ നൂലിങ്ങനെ ശരിക്കും വരട്ടിക്കഴിഞ്ഞാലും ആ നൂല് ഉണ്ടാവും. അപ്പോൾ കൂടുതലും നല്ലത് വരിക്കച്ചക്ക തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഇങ്ങനെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടുള്ളവരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വരട്ടിയെടുക്കുമായിരുന്നു കേട്ടോ. അവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കിപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ട്. പക്ഷെ അവരൊക്കെ ഒറ്റ ദിവസം കൊണ്ടെല്ലാം വെട്ടിപ്പെറുക്കി വരട്ടിയെടുക്കുമായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം ഇങ്ങനെ ദീർഘനാൾ ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ എളുപ്പവഴി ക്രിയ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ, അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് വരട്ടുക എന്ന് പറഞ്ഞാൽ മടുപ്പാണ് ഭയങ്കര. ചക്കപ്പണി എന്ന് പറഞ്ഞാലേ മടുപ്പൻ പണിയല്ലേ. അല്ല കുറേ പേര് വേണം, ആൾക്കാർ വേണം. ഒത്തിരി ആൾക്കാരൊക്കെ കൂടി കഥയൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമ്മളുടെ ചക്ക ഒരു 3/4 ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് എത്ര ഒഴിച്ചാലും നല്ലതാണ്. അപ്പം നമുക്ക് ചക്ക വരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആകെപ്പാടെ നമുക്ക് ചക്ക വരട്ടിയിൽ ചേർക്കുന്നത് നെയ്യും ശർക്കരയും മാത്രമാണ്. ചക്ക വരട്ടിയിൽ ഏലക്ക ഒന്നും ഇട്ടേക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ആ തനതായ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ടല്ല, എന്നോടൊരാൾ ചോദിച്ചിരുന്നു ചക്ക വരട്ടിയിൽ ഏലക്ക ഇടണ്ടേന്ന് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടാറില്ല. നമ്മൾ അതിൻ്റെ ആ നാച്ചുറലായിട്ടുള്ള ആ രുചി അങ്ങ് മാറും, അതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാവും നല്ലപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കുറേശ്ശെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഒന്നും കൂടെ പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടച്ച് വെക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. കണ്ടോ, ഇത് ഉരുളിയിലായതുകൊണ്ടാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഓട്ടുരുളിയിലായതുകൊണ്ട് അങ്ങനെ അടുക്കി പിടിക്കുകയില്ല. മറ്റേ ഉരുളിയിലാണെങ്കിൽ ഉറപ്പായിട്ടും അടുക്കി പിടിക്കും. അപ്പം അന്നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അടുപ്പത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഞാൻ ഗ്യാസിലാണ് വെച്ചത്. എൻ്റെ അമ്മയൊക്കെ ചക്ക വരട്ടുന്നതൊക്കെ അടുപ്പത്തായിരുന്നു. കനലുള്ള വിറക് വെച്ചിട്ട് വേണം ചക്ക വരട്ടാൻ. കാരണം ആ ആദ്യത്തെ കത്തൽ കഴിഞ്ഞാൽ പിന്നെ വിറക് അങ്ങ് മാറ്റിയേക്കും. പിന്നെ കനലിൽ കിടന്നാണ് ചക്ക റെഡിയാവുന്നത്, ചക്ക വരട്ടിയത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് 1, 2, 3 പ്രാവശ്യം ഇട്ടാലൊന്നും കുഴപ്പമില്ല. നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഈ നെയ്യ് ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ടും ഒരു കുഴപ്പമില്ല ചക്ക വരട്ടിക്ക്.
പക്ഷേങ്കിൽ നെയ്യും കൂടെ ഒഴിച്ചാൽ ഒരു നല്ല ടേസ്റ്റ്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ കണ്ടോ നല്ലപോലെ വിട്ടു പോന്നു. ഇപ്പോഴാണ് ഇപ്പം നല്ലൊരു മണവും വരും നെയ്യൊക്കെ ഒഴിച്ചിട്ട്. ഞാൻ ആ ഉരുളിയിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു, ഇതിലോട്ടാക്കിയിട്ടുണ്ട്. അത് വലുതായതുകൊണ്ടേ എനിക്ക് ഇളക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഇതിപ്പോൾ വെന്തൊക്കെ വന്നപ്പം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയതിൻ്റെ ഫിനിഷിങ് പോയിന്റിലാണ്. എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്യ് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ്, അതുകൊണ്ടാണ് അതിനത്രയും കളറ്. കണ്ടോ, നല്ല കളറല്ലേ. സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കുന്ന നെയ്യെല്ലാം നമുക്ക് അതിൻ്റെ അവിടെ എല്ലാം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചേക്കാം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെയ്യല്ലേ, ഒട്ടും കളയണ്ട. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ച് നമ്മളുടെ ചക്ക നല്ലപോലെ ഒന്ന് വരട്ടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും രുചികരവും പോഷക സമ്പുഷ്ടവുമായ ചക്ക വരട്ടി റെഡിയാണ് അല്ലേ. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ബ്രെഡിൽ തേച്ച് കഴിക്കാം. ഇനി ഒന്നും വേണ്ട, TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒരു പ്ലേറ്റിൽ കുറച്ച് ചക്ക വരട്ടി ഒരു സ്പൂണുമായിട്ടൊന്ന് പോയിരുന്ന് നോക്കിക്കേ. ആ പാത്രം കാലിയാകുന്നത് നിങ്ങളറിയില്ല. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടും ചക്ക വരട്ടി. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ഇപ്പോൾ വരിക്കച്ചക്കയുടെ സമയമല്ലേ, ഇതുപോലെ 2-3 ദിവസങ്ങളായിട്ട് അങ്ങ് വരട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഒട്ടും മടുപ്പ് തോന്നുകയില്ല നമുക്ക്. അപ്പോൾ കഴിക്കുമ്പോഴോ നല്ല ഇഷ്ടം തോന്നുകയും ചെയ്യും. അപ്പം നമ്മളുടെ ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ഈ ചക്ക വരട്ടി നല്ലപോലെ തണുത്ത് കഴിഞ്ഞു. അടച്ച് വെക്കരുത് കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ അടപ്പിൻ്റെ നീരാവി വീഴും. അതുകൊണ്ട് ചക്ക വരട്ടിയത് അടച്ച് വെക്കണ്ട. അല്ലെങ്കിൽ അടച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഒരു പകുതിയായിട്ട് അടയ്ക്കാവുള്ളൂ. അല്ല നീരാവി ഇതിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്തു പോകും. ഇപ്പം നമുക്കിതൊരു പാത്രത്തിലാക്കിയിട്ട് എത്ര നാൾ വേണമെങ്കിലും, ഞാൻ പറയാം ഇപ്പം 3 മാസത്തിൽ, കാരണം എനിക്ക് അതുവരെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇരിക്കാറില്ല. ചക്ക വരട്ടിയത് പെട്ടെന്ന് തീരും. അതിൻ്റെ അപ്പുറത്ത് 3 വർഷം 6 മാസമൊക്കെ ഇരിക്കുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇതുവരെ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചക്ക വരട്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു.